കണ്ണൂർ മാങ്ങാട്ടിടത്ത് കണ്ടെത്തിയ ബോംബുകൾ ഇന്ന് നിർവീര്യമാക്കും. പഴക്കമുള്ള സ്റ്റീൽ ബോംബുകളാണ് പോലീസ് കണ്ടെത്തിയത്. നേരത്തെ തയ്യാറാക്കി ഒളിപ്പിച്ച ബോംബുകൾ പിന്നീട് ഉപേക്ഷിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ബോംബുകൾ ഉടൻ തന്നെ നിർവീര്യമാക്കുക എന്ന നടപടികളിലേക്കാണല്ലോ പോലീസ് പോകുന്നത്. അതിനുശേഷം ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് അതാണോ ചെയ്യുന്നത്? ക്രിസ്റ്റീന, ഇതിൽ പോലീസിന്റെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പോലീസ് പറയുന്നത് അല്പം കാലപ്പഴക്കമുള്ള ബോംബുകളാണ്, സ്റ്റീൽ ബോംബുകളാണ് എന്നതാണ് പോലീസ് പറയുന്നത്. ഈ സമീപകാലത്തൊന്നും അവിടെ കൊണ്ടുവച്ചതാകാനുള്ള സാധ്യതയില്ല. ബോംബുകൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് പോലീസ് പറയുന്നത്. ഇത് നിർവീര്യമാക്കുന്ന നടപടിയായിരിക്കുമെന്നുണ്ടാവുക. ബോംബ് സ്ക്വാഡ് ഈ ബോംബുകൾ 6 സ്റ്റീൽ ബോംബുകളാണ് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും, മാങ്ങാട്ടിടത്ത് നിന്നാണ് ഇത് കണ്ടെത്തിയത്. അവിടെ ആളൊഴിഞ്ഞ പറമ്പിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഈ ബോംബുകൾ ഉണ്ടായിരുന്നത്. ഇത് എത്രത്തോളം എക്സ്പ്ലോസീവാണ്, ഇതിന് എത്രത്തോളം ശേഷിയുണ്ട്, എക്സ്പ്ലോസീവ് ശേഷിയുണ്ട് എന്ന കാര്യത്തിലും ഈ ബോംബ് സ്ക്വാഡിൻ്റെ പരിശോധനയിൽ അതിലൊരു വ്യക്തത ഉണ്ടാവും. സ്റ്റീൽ ബോംബ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ അപകടശേഷിയുള്ള ബോംബുകളാണ്. അത് കാലപ്പഴക്കമുണ്ടെങ്കിൽ തന്നെ അപകടശേഷിയുള്ള ബോംബുകളാണ് എന്നതാണ് പോലീസ് എന്തായാലും അവരുടെ പരിശോധനയ്ക്ക് ശേഷം പറയുന്നത്. നമുക്കറിയാം, കണ്ണൂരിൽ സമീപകാലത്തും മറ്റ് പലയിടങ്ങളിലായി പാനൂർ മേഖലയിലും തലശ്ശേരി മേഖലയിലൊക്കെ ഇത്തരത്തിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും ബോംബുകൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണത്തിൽ ഒടുവിലൊന്നും ഇത് ആര് കൊണ്ടുവച്ചു, ഇത് എപ്പോഴാണ് കൊണ്ടുവച്ചത് എന്നതിനെ സംബന്ധിച്ചൊന്നും വ്യക്തത ഉണ്ടാവാറില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിൽ ബോംബുകൾ കണ്ടെത്തിയ അന്വേഷണത്തിലൊക്കെ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത് 6 സ്റ്റീൽ ബോംബുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ വിശദമായ അന്വേഷണം വേണം എന്ന ആവശ്യം പൊതുവെ എന്തായാലും ഉയരുന്നുണ്ട്. ഇന്ന് ബോംബുകൾ നിർവീര്യമാക്കും, അതിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് കൂത്തുപറമ്പ് പോലീസ് അറിയിക്കുന്നത്. മാങ്ങാട്ടിടത്ത് കണ്ടെത്തിയ 6 സ്റ്റീൽ ബോംബുകൾ ഇന്ന് നിർവീര്യമാക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന്.